പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. സ്വീറ്റ് സിസ്റ്റർ ബാക്കി സെക്ഷൻ എടുക്കാം. കർത്താവ് ഏൽപ്പിച്ച ദൂതുകൾ അറിയിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണ്. സ്വീറ്റ് ജീസസ് ഹല്ലേലൂയ. ഈ 2025 അസാധാരണമായ ഒരു വർഷമായിരിക്കും. സാധാരണ വർഷമല്ല. സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ആമേൻ. എൻറ്റർ ഇൻ ടു ദ ക്ലോസറ്റ്. ആമേൻ. നമ്മുടെ പ്രാർത്ഥന മുറിയിൽ നമ്മൾ കയറേണ്ടത് ആവശ്യമുണ്ട്. പ്രാർത്ഥന മുറിയിൽ എവിടെ കയറുന്നോ, ആര് കയറുന്നോ അവർക്കാണ് ഈ പോർട്ടൽ തുറന്നു വരുന്നത്. ഒരു സാധാരണ വ്യക്തിക്ക് ഒരിക്കലും ഒരു പോർട്ടൽ തുറന്നു വരത്തില്ല മക്കളെ. എന്നാൽ നീ ദൈവസന്നിധിയിൽ ആമേൻ മൽപിടിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയാണ് ചില പോർട്ടലുകൾ ഈ 2025 ദൈവം തുറക്കാൻ പോകുന്നത്. എത്ര പേർ പറയും ആമേൻ? ഹല്ലേലൂയ. ആമേൻ. 2025 എനിക്കൊരു അസാധാരണമായ ഒരു വർഷമായിരിക്കും. ഒരു സൂപ്പർ നാച്ചുറൽ ഒരു വർഷമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. യാക്കോബേ, നിന്റെ ഈ ബലത്തിൽ നീ പോയാൽ ഹല്ലേലൂയ നീ തോറ്റുപോകും. എന്താ അറിയോ? നീ ഫേസ് ചെയ്യാൻ പോകുന്നത് ആമേൻ ആരെയാ? നിന്റെ സ്വന്തം സഹോദരൻ തന്നെയാണ്. ആമേൻ. യാക്കോബ് സ്വന്തം സഹോദരനെയാ പിറ്റേ ദിവസം ഫേസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ യാക്കോബിന് ഒന്നറിയാം, ഞാൻ ഇങ്ങനെ പോയാൽ അവൻ എൻ്റെ ബലം ക്ഷയിക്കും. അവൻ എന്നെ കൊല്ലാനാ വരുന്നത്. അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഒരു ട്രൂപ്പുമായിട്ടാണ് വരുന്നത്. അനേക വ്യക്തികളുമായിട്ടാണ് അവൻ ഏസാവ് എന്നെ ഫേസ് ചെയ്യാൻ വരുന്നത്. ആമേൻ. ഈ ബലത്തോടെ ഞാൻ പോയാൽ എന്നെ കൊന്നുകളയും. അതുകൊണ്ട് യാക്കോബ് എന്തൊരു ചെയ്തു? അന്ന് താൻ മുറിയിൽ കയറി ആമേൻ ദൈവത്തോട് മൽപിടിച്ചു. കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്നെ വിടരുത്. കർത്താവ് പറഞ്ഞു, മകനെ, നിന്റെ പേരെന്താ? നിന്റെ പേരിനെ ഞാൻ മാറ്റാൻ പോവാണ്. കർത്താവ് പറഞ്ഞു, ഇന്ന് പകൽക്കാലം ചിലതിന്റെ പേരിനെ ഞാൻ മാറ്റാൻ പോയി. 2025 അവൻ ഇന്ന് വരെ നീ അനുഭവിച്ചതല്ല. അവൻ ഇന്ന് വരെ നീ പലതും നീ ഫേസ് ചെയ്തേക്കാം. ഇന്ന് വരെ നീ പഴയ പേരിൽ നീ അറിയപ്പെട്ടു 2024 വരെ. പക്ഷെ 2025 ഒരു പുതിയ പേരാണ്. ആ പേരിൽ നീ നിന്റെ സഹോദരനെ നീ ഫേസ് ചെയ്യുമ്പോൾ നിന്റെ സഹോദരൻ ഹല്ലേലൂയ നിന്റെ മുൻപിൽ വന്ന് മുട്ടുമടക്കും. നിന്നെ കൊന്നുകളെന്ന് പറഞ്ഞ് വന്ന സഹോദരൻ നീ യാക്കോബിന്റെ പേരിലല്ല നീ ഫേസ് ചെയ്യാൻ പോകുന്നത്, മറിച്ച് ഇസ്രായേലിന്റെ പേരിൽ നീ ഫേസ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ നീ ആരെ ഭയപ്പെട്ടോ ആ വ്യക്തി തന്നെ നിന്റെ മുൻപിൽ വന്ന് മുട്ടുമടക്കും. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഹല്ലേലൂയ മകളെ, മകനെ, ഇനി നീ ഫേസ് ചെയ്യാൻ പോകുന്നത് ആമേൻ ഹല്ലേലൂയ നിന്റെ കൂടെ ആമേൻ ദൈവമുണ്ട്. യു ആർ വിത്ത് ഗോഡ്. പ്രിൻസ് വിത്ത് ഗോഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഈ 2025 വർഷം അസാധാരണമായ വർഷമായിരിക്കും. ഒരു അസാധാരണമായ അനോയിന്റിംഗ് ആണ് നമ്മുടെ മേലിൽ ദൈവം പകരപ്പെടാൻ പോകുന്നത്. അസാധാരണമായ ഒരു മാന്റിലായിരിക്കും നമ്മൾ ഓർത്തിട്ട് മേലും ദൈവം ആമേൻ തരുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ ആമേൻ. യാക്കോബേ, ഹല്ലേലൂയ നീ ഫേസ് ചെയ്യുന്ന വ്യക്തി നിനക്കറിയാം. പക്ഷെ ദൈവം പറയുന്നു, മകനെ നീ ഭയപ്പെടണ്ട, മകളെ നീ ഭയപ്പെടണ്ട. ഈ 2024 വരെ നിനക്ക് എന്തൊക്കെ അസാധാരണമെന്ന് തോന്നിയോ, 2025 അതൊരു സാധാരണമായിരിക്കും, അതൊരു ഈസി ആയിരിക്കും. അതൊരു നാച്ചുറൽ ആയിരിക്കും നിന്റെ ലൈഫിൽ. മറ്റുള്ളവർക്ക് ഹല്ലേലൂയ അവർ പറയും, ഇതെങ്ങനെ ഈ വ്യക്തിയും കൊണ്ട് സാധിച്ചു? എന്താ അറിയോ? പ്രിൻസ് വിത്ത് ഗോഡ് ആണ്. നിന്റെ പേര് ദൈവം മാറ്റി. ഏസാവിന് അത് അറിയുന്നില്ല. ഏസാവ് വന്ന് കാണുന്നത്, അവൻ ചിന്തിക്കുന്നു അവൻ പഴയ വ്യക്തി അവൻ വന്ന് ഫേസ് ചെയ്യാൻ പോകുന്നത് യാക്കോബിനെയാ. പക്ഷെ ഏസാവിന് അറിയത്തില്ല. തലേദിവസം അവൻ മുട്ടുമടക്കിയിരിക്കുകയാണ്. അവൻ ദൈവസന്നിധിയിൽ ക്ലോസറ്റിലായിരുന്നു, അവൻ പ്രാർത്ഥന മുറിയിലായിരുന്നു. അത് ഏസാവിന് അറിയുന്നില്ല. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, പലർക്കും അറിയത്തില്ല. നീ മുട്ടുമടക്കിയിട്ടാണ്, നീ ദൈവസന്നിധിയിൽ നിന്ന് നീ ഒന്ന് പ്രാപിച്ചിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ ഏസാവ് പഴയതുപോലെ വന്നു. പക്ഷെ ദൈവം പറഞ്ഞു, ഇല്ല ഏസാവേ, അവിടെ വെച്ച് ദൈവം ഹല്ലേലൂയ ഏസാവിനെ നിർത്തിക്കളഞ്ഞു. എന്താ അറിയോ? ഏസാവ് നോക്കിയപ്പോൾ പഴയ യാക്കോബിനെ അല്ല കാണുന്നത്. പുതിയൊരു മാന്റൽ തന്റെ മേൽ വീണിട്ടുണ്ട്. പുതിയൊരു വ്യക്തിയാണ്. പുതിയൊരു വ്യക്തിയെ മാറിയിട്ടുണ്ട്. പുതിയൊരു അനോയിന്റിംഗ് തന്റെ മേൽ വീണിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ചെറുതല്ല, ഹല്ലേലൂയ വലുതാണ്. അതൊരു സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ 2025 നമുക്കൊരു അസാധാരണമായ ഒരു വർഷമായിരിക്കും. എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്നു, ദൈവ ഡിഫിക്കൽട്ടിനെ എല്ലാം എടുത്ത് മാറ്റി അതെല്ലാം ഓബ്സ്റ്റക്കിൾസ് എല്ലാം എടുത്ത് മാറ്റി, ആ മലകളെ എല്ലാം ദൈവം എടുത്ത് മാറ്റി നമുക്ക് ദൈവം ഹല്ലേലൂയ വിജയകരമായ ഒരു വർഷം, ഒരു സൂപ്പർ നാച്ചുറൽ വർഷമാക്കി ദൈവം മാറ്റാൻ പോവാൻ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ശുഡമന റഗമൻ വൈഡ സമനഗ റിഗമൻ വൈഡ സമനഗ ചൂടക റഗബൽ വൈഡ ശമനഗ റീബൻ കമന ഹസ്തൽ വൈഡേ ഹംദൽ ചൂടക റഗബൽ വൈഡ സമനഗ. കർത്താവേ, 2025 ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ ലൈഫിൽ ഒരു സൂപ്പർ നാച്ചുറൽ വർഷമാണ് പിതാവേ. ഇന്ന് വരെ ഞങ്ങൾ എന്തൊക്കെ നേരിട്ടോ അത് നേരിടാൻ പോകുന്നില്ല. അത് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അതിനുള്ള മറുപടിയും ഉത്തരം തന്നു കഴിഞ്ഞു. അതിനെ നന്ദി പിതാവേ.
പിതാവേ. ഞങ്ങളുടെ ലൈഫിൽ ചില സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റ് ആവാൻ പോകുന്നതിനെ നന്ദി പിതാവേ. എന്തൊക്കെ ഞങ്ങൾ ഭയപ്പെട്ടോ, ഇനി ഞങ്ങൾ അതിനെ ഭയപ്പെടാൻ പോകുന്നില്ല. ആരൊക്കെ ഞങ്ങൾ ഭയപ്പെട്ടോ, ആമേൻ ആമേൻ, മറിച്ചും അവർ ഞങ്ങളെ ഭയപ്പെടാൻ പോകുന്നതിനെ നന്ദി പിതാവേ. എന്തിനൊക്കെ കണ്ട് ഞങ്ങൾ ഓടിയോ, ഇനി ഞങ്ങൾ ഓടത്തില്ല. അതൊക്കെ നമ്മളെ വിട്ട് ഓടാൻ പോകുന്നതിനെ നന്ദി പിതാവേ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സഭയെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സൂമിൽ കാണുന്ന എല്ലാ മക്കളും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ എന്തൊക്കെ ഭയപ്പെട്ടോ കർത്താവേ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവരുടെ പേര് ദൈവം മാറ്റിയിരിക്കാൻ നന്ദി പിതാവേ. അവർ ഒറ്റയ്ക്കല്ല ഫേസ് ചെയ്യാൻ പോകുന്നത്, കർത്താവിന്റെ കൂടെയുണ്ട്. പ്രിൻസ് വിത്ത് ഗോഡ് ആണ്. അതിനെ നന്ദി പിതാവേ. ആമേൻ. ആരൊക്കെ അവരെ കാണുന്നുണ്ടോ അവർ പറയും, ഇത് സാധാരണ വ്യക്തിയല്ല, ഇതൊരു അസാധാരണമായ ഒരു വ്യക്തിയാണ്. ഇവരുടെ മേലെ വീണിരിക്കുന്നത് ഒരു സാധാരണ അനോയിന്റിംഗ് അല്ല, ഒരു അസാധാരണമായ ഒരു അനോയിന്റിംഗ് ആണ്. ആമേൻ, നാച്ചുറൽ അല്ല അവരുടെ ലൈഫിൽ നടക്കുന്നത്, പകരം ഒരു സൂപ്പർ നാച്ചുറൽ ആണ് നടക്കുന്നത്. ഇന്ന് പകൽക്കാലം സകല വ്യക്തികളെയും സകല മക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. എന്തൊക്കെ നേരിടാനുണ്ടോ അതൊക്കെ നേരിടാനുള്ള ബലം അവരുടെ മേൽ ദൈവം തന്നിരിക്കാൻ നന്ദി പിതാവേ. അവർ ഒറ്റയ്ക്കല്ല ഫേസ് ചെയ്യാൻ പോകുന്നത്, കർത്താവിനൊപ്പം ഉണ്ടല്ലോ, അതിനായി നന്ദി പിതാവേ. എല്ലാ മേഖലയിലും ദൈവം ജയം തന്നിരിക്കാൻ സ്തോത്രം പിതാവേ. അവരുടെ പേര് ദൈവം എടുത്ത് മാറ്റിയിരിക്കാൻ നന്ദി പിതാവേ. ഇവർക്ക് വേണ്ടി പോർട്ടൽസ് തുറന്നിരിക്കാൻ നന്ദി പിതാവേ. ഈ 2025 അനേക പോർട്ടൽസ്, അനേക എൻകൗണ്ടേഴ്സ് ഞങ്ങളുടെ മക്കൾക്ക് ദൈവം തന്നിരിക്കാൻ സ്തോത്രം പിതാവേ. ഒരിക്കൽ കൂടി ഇന്ന് കേട്ട സകല ദൂതന്റെ മുൻപാകെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകല മഹത്വവും കർത്താവ് എടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. God bless you. ദൈവങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഇരിക്കാം. കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.